അൻവറിന്റെ ആരോപണത്തിൽ ADGP തെറിച്ചു. ലൈവ് അറ്റ് 6ലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. PV അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ ADGP MR അജിത് കുമാറിനെ കൈവിട്ട മുഖ്യമന്ത്രി. അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റും. DGP K പത്മകുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണം. സീനിയർ SP സുജിത് ദാസിന് സസ്പെൻഷൻ. പോലീസിലെ കുഴപ്പക്കാരോട് വിട്ടുവീഴ്ചയില്ലെന്ന് മുഖ്യമന്ത്രി. പുഴുക്കുത്തുകളെ ഒഴിവാക്കിപ്പോ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ അതിൻ്റെതായ എല്ലാ ഗൗരവവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ അന്വേഷിക്കുന്ന നില സ്വീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. വിവാദങ്ങൾക്കിടെ പോലീസ് തലപ്പത്ത് വൻ ചേരിതിരിവ്. അജിത് കുമാറിനെതിരെ വീണ്ടും ആഞ്ഞടിച്ച PV അൻവർ. സോളാർ കേസ് അട്ടിമറിച്ചത് അജിത് കുമാർ. ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അജിത് സാറിന്റെ ഭാര്യയുടെ തൃശ്ശൂരിലുള്ള ബന്ധുക്കളാണ്. കവടിയാർ കൊട്ടാരത്തിന് സമീപം ADGP കൊട്ടാരം നിർമ്മിക്കുന്നുവെന്നും ആരോപിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്ന് ഇതാണ്. ഇവിടെ ഇത് മാത്രമല്ല, മറ്റൊരു സ്ഥലം കൂടി ADGP അജിത് കുമാർ ഇവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീട് നിർമ്മാണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ന്യൂസ് 18. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുരക്ഷാ പരിശോധന നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം അംഗീകരിച്ച് കേന്ദ്ര ജല കമ്മീഷൻ. ഇപ്പോൾ പരിശോധന വേണ്ടെന്ന തമിഴ്നാടിന്റെ വാദം തള്ളി. കേരളത്തിന് ആശ്വാസമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. KPCC നേതൃത്വത്തെ വെല്ലുവിളിച്ച് വീണ്ടും സിമി റോസ് ബെൽ ജോൺ. നേതാക്കൾക്കെതിരെ കൂടുതൽ തെളിവുകൾ കയ്യിലുണ്ട്. തനിക്കെതിരെ പരാതി നൽകിയവരുടെ ചരിത്രം പരിശോധിക്കണം. കോൺഗ്രസിൽ നടന്നത് വൻ സാമ്പത്തിക തിരിമറി. ഞാൻ വെല്ലുവിളിക്കുന്നു അദ്ദേഹത്തോട് തെളിയിക്കാനായിട്ട്. വെല്ലുവിളിക്കുന്നു. CPM ആയിട്ട് ഗൂഢാലോചനയുണ്ടെങ്കിൽ ഞാൻ ശിരസ് മുണ്ടനം ചെയ്ത് KPCCക്ക് സമർപ്പിക്കുന്നതാണ്. സിമിയുടെ പുറത്താക്കൽ ആയുധമാക്കി LDF. മുകേഷ് അടക്കം നടന്മാരുടെ അറസ്റ്റ് ഉടനില്ലെന്ന് AIG പൂങ്കുഴലി. സിനിമാ മേഖലയിലെ ലൈംഗിക അതിക്രമ കേസുകളിൽ 1ാം ഘട്ട അന്വേഷണം പൂർത്തിയായി. മുൻകൂർ ജാമ്യാപേക്ഷ നൽകി നടൻ സിദ്ദിഖ്. നടൻ ജയസൂര്യക്കെതിരെ നടിയുടെ പരാതിയിൽ പ്രാഥമിക അന്വേഷണം. NCPയിൽ മന്ത്രിസ്ഥാനത്തെ ചൊല്ലി വീണ്ടും തർക്കം. മന്ത്രി AK ശശീന്ദ്രനെ മാറ്റാൻ നീക്കം. തോമസ് K തോമസ് മന്ത്രിസ്ഥാനത്തേക്ക്. ശരത് പവാർ തീരുമാനിക്കുമെന്ന് PC ചാക്കോ. മംഗലൂരുവിൽ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ മലയാളി അറസ്റ്റിൽ. അറസ്റ്റിലായത് എറണാകുളം പറവൂർ സ്വദേശി അനീഷ് കുമാർ. ചേർത്തലയിൽ നവജാത ശിശുവിനെ കൈമാറിയെന്ന് പരാതി. അന്വേഷണം തുടങ്ങി പോലീസ്. പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും പ്രതിക്കൂട്ടിലാക്കിയ PV അൻവറിന്റെ ആരോപണത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി. ADGP MR അജിത് കുമാറിനെതിരായ ആരോപണം DGP അന്വേഷിക്കും. അച്ചടക്കം ലംഘിക്കുന്നവർക്കെതിരെ നടപടി ഉറപ്പാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു മുൻവിധിയും ഒരു കാര്യത്തിലും പ്രകടിപ്പിക്കാറില്ല. അപ്പോൾ പ്രശ്നങ്ങൾ ചിലതിപ്പോൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ആ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ അതിൻ്റെതായ എല്ലാ ഗൗരവവും നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ, ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ റാങ്ക് ഉണ്ടല്ലോ, അപ്പോൾ ഏറ്റവും ഉന്നതമായ റാങ്കിലുള്ള ആൾ തന്നെ അന്വേഷിക്കുന്ന നില സ്വീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. മുഖം തിരിഞ്ഞു നിൽക്കുന്ന ചെറിയൊരു വിഭാഗം ഇപ്പോഴും ഉണ്ട് എന്നത് ഗൗരവമായി കാണുന്നു. ഇത്തരക്കാരുടെ പ്രവർത്തനമാണ് പോലീസ് നേടിയ സൽപ്പേരിനെ കളങ്കപ്പെടുന്നത്.
ഒരാൾ ചെയ്യുന്ന തെറ്റ് പലപ്പോഴും സേനക്കാകെ അപമാനം വരുത്തിവെക്കുന്ന നിലയിലേക്ക് എത്തുന്നു. അവരെ സംബന്ധിച്ച് സർക്കാരിന് കൃത്യമായി വിവരങ്ങളുണ്ട്. അത്തരക്കാരെ കേരളത്തില് പോലീസ് സേനയിൽ ആവശ്യമില്ല എന്ന നിലപാടാണ് പൊതുവെ സർക്കാരിനുള്ളത്. തനിക്കെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും ഔദ്യോഗിക സംവിധാനത്തിലൂടെ അന്വേഷിക്കട്ടെ എന്നായിരുന്നു ADGP MR അജിത് കുമാറിന്റെ പ്രതികരണം. ഇനി എന്തെങ്കിലും ഉണ്ടോ? കഴിഞ്ഞല്ലോ. എനിക്ക് അഗൻസ്റ്റ് റേസ് ചെയ്തിട്ടുള്ള എല്ലാ ആരോപണങ്ങളുടെയും നിജസ്ഥിതി മനസ്സിലാക്കി സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അന്വേഷിക്കാനായിട്ട് ഞാൻ കത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട DGPക്കും ഉണ്ട്. അവരന്വേഷിക്കട്ടെ. അതേസമയം ആരോപണ വിധേയനായ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റും. പകരം H വെങ്കിടേഷിന്റെയും ബൽറാം കുമാർ ഉപാധ്യായ എന്നിവരുടെയും പേരുകൾ പരിഗണിക്കുന്നുണ്ട്. പത്തനംതിട്ട SP സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു. അതിനിടെ വിവാദങ്ങൾക്കിടെ പോലീസ് തലപ്പത്ത് വലിയ ചേരിതിരിവ് കൂടിയാണ്. MR അജിത് കുമാർ അടുത്ത പോലീസ് മേധാവിയാകാനുള്ള നീക്കം നടത്തുകയായിരുന്നു എന്നാണ് ഒരു വിഭാഗം ഉന്നയിക്കുന്നത്. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ വിവരം ചോർത്തി എന്ന പേരിൽ P വിജയനെതിരായ നടപടിക്ക് പിന്നിൽ അജിത് കുമാർ ആയിരുന്നു എന്നുള്ള വിമർശനവുമുണ്ട്. ഡാൻ കുര്യന്റെ റിപ്പോർട്ടിലേക്ക്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ADGP-ആയ MR അജിത് കുമാർ. അതുപോലെ തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട നിരവധി ആക്ഷേപങ്ങളിൽ പ്രതിരോധം തീർത്ത രാഷ്ട്രീയ രംഗത്തെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്നു PV അൻവർ MLA. അങ്ങനെയുള്ള PV അൻവർ MLA ആണ് ഉദ്യോഗസ്ഥ തലത്തിലെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്ന ADGP MR അജിത് കുമാറിനെതിരെ വളരെ അപ്രതീക്ഷിതമായി വിവാദങ്ങളുടെ ആരോപണങ്ങളുടെ കൊടുങ്കാറ്റ് കഴിഞ്ഞ ദിവസം അഴിച്ചുവിട്ടത്. ആദ്യഘട്ടത്തിൽ PV അൻവർ MLA ഉന്നയിച്ച ആക്ഷേപങ്ങൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളായിരുന്നു ഉയർന്നു വന്നതെങ്കിൽ പിന്നീട് അങ്ങോട്ട് അത് പാർട്ടി നേതൃത്വത്തിൻ്റെ അറിവോടെയാണ് എന്ന സൂചനയ്ക്ക് ബലം തരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. ഇന്നും അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു. അതീവ ഗുരുതരമായ ആക്ഷേപങ്ങൾ ക്രമസമാധാന ചുമതലയുടെ ADGP-ക്കെതിരെ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനിടെയാണ് PV അൻവർ MLA-യും പത്തനംതിട്ട SP ആയിരുന്ന സുജിത് ദാസും തമ്മിൽ നടത്തിയ വിവാദ ഫോൺ സംഭാഷണം പുറത്താകുന്നത്. അതിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ സേനയ്ക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ താൽപ്പര്യങ്ങൾ നടപ്പിലാക്കുകയാണ് എന്നതടക്കമുള്ള ഗുരുതരമായ പരാമർശങ്ങളുണ്ടായിരുന്നു. അത് കണക്കിലെടുത്തുകൊണ്ടാണ് അന്വേഷണ വിധേയമായി സുജിത് ദാസിനെ ആദ്യഘട്ടത്തിൽ സസ്പെൻഡ് ചെയ്യുന്ന തരത്തിലേക്ക് ആഭ്യന്തര വകുപ്പ് എത്തുകയും ചെയ്തിരിക്കുന്നത്. അതിനിടയിലാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെ ഉയർന്ന ഗുരുതരമായ ആക്ഷേപങ്ങൾ സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവി തന്നെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുമെന്ന പ്രഖ്യാപനം പോലീസ് അസോസിയേഷന്റെ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് മുഖ്യമന്ത്രി കൂടി കൈവിടുന്ന ഒരു സാഹചര്യത്തിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP-യുടെ കസേരയിൽ MR അജിത് കുമാറിന് എത്ര മണിക്കൂർ ഇരിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ മാത്രമേ സംശയം ബാക്കിയുള്ളൂ. അതുപോലെയാണ് സാഹചര്യം. പകരം ക്രമസമാധാന ചുമതലയുള്ള നിർണായക പദവിയിലേക്ക് പാർട്ടിക്കും സർക്കാരിനും ഒരുപാട് സ്വീകാര്യനായ ഒരാളായിരിക്കും കടന്നു വരേണ്ടത് എന്ന വിലയിരുത്തലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ പരിഗണനയിൽ 2 പേരുകളാണുള്ളത്. അതിലൊന്ന് ക്രമസമാധാന ചുമതലയുള്ള ADGP പദവിയിലേക്ക് ക്രൈംബ്രാഞ്ച് മേധാവി ക്രൈംബ്രാഞ്ച് ADGP H വെങ്കിടേഷിനെ കൊണ്ടുവരണമെന്ന് ഒരു വിഭാഗം ആഗ്രഹിക്കുന്നു. അദ്ദേഹം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ, തുടർന്ന് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ബെഫ്കോ തലവൻ അടക്കമുള്ള നിർണായകമായ പദവികൾ വഹിച്ച ഉദ്യോഗസ്ഥനാണ്. സത്യം കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയ, ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിച്ച കുറ്റാന്വേഷണ മികവിന് നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ്. അദ്ദേഹത്തെ ക്രൈംബ്രാഞ്ച് മേധാവിയായ H വെങ്കിടേഷിനെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആക്കണമെന്ന ഒരു പൊതു അഭിപ്രായം സേനയ്ക്കുള്ളിലും ആഭ്യന്തര വകുപ്പിലും ഉയരുന്നുണ്ട്. അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിയോജിപ്പ് അറിയിച്ചാൽ, മാറുന്ന സാഹചര്യമുണ്ടായാൽ ജയിൽ മേധാവിയായ ബൽറാം കുമാർ ഉപാധ്യായക്കായിരിക്കും നറുക്കി വീഴുക. ഇവരിൽ ഒരാളായിരിക്കും ക്രമസമാധാന ചുമതലയുള്ള ADGP എന്ന നിർണായകമായ പദവിയിലേക്ക് എത്തുകയെന്നാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. സോളാർ കേസ് അട്ടിമറിച്ചത് ADGP MR അജിത് കുമാർ ആണെന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ശബ്ദ സന്ദേശം PV അൻവർ MLA ഇന്ന് പുറത്തുവിട്ടു. സോളാർ കേസിലെ പ്രതികളിൽ നിന്ന് പണം വാങ്ങി നൽകാമെന്ന് ADGP പരാതിക്കാരിയോട് പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് പരാതിക്കാരി മൊഴി മാറ്റിയതെന്നാണ് പുതിയ ശബ്ദരേഖയിലെ വെളിപ്പെടുത്തൽ.
ഇടതുപക്ഷ പ്രസ്ഥാനം ഏറ്റവും അതിശക്തമായ സമരം നടത്തിയ ഒരു കേസായിരുന്നു സോളാർ കേസ്. ആ സോളാർ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്നും ഇവിടെ അതിലെ കേസുമായി ബന്ധപ്പെട്ട വാദികൾക്ക് നീതി കിട്ടിയില്ല എന്നുമൊക്കെയുള്ള ഒരു ചർച്ച ഇന്നും രാഷ്ട്രീയ രംഗത്ത് നിലനിൽക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളൊക്കെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുമ്പം സോളാർ കേസ് കയറി വരാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ പേര് വെളിപ്പെടുത്താൻ കഴിയാത്ത ഇന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്കയച്ച ആ കേസിനെ സംബന്ധിച്ച് അതെങ്ങനെ അട്ടിമറിക്കപ്പെട്ടു എന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു വോയിസ് മെസ്സേജാണ് നിങ്ങളെ ഇന്ന് കേൾപ്പിക്കാനുള്ളത്. വളരെ പ്രധാനമാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ആ പാർട്ടി നടത്തിയ ഏറ്റവും നീണ്ടുനിന്ന അതിശക്തമായ ലക്ഷക്കണക്കിന് സഖാക്കൾ തിരുവനന്തപുരം വരെ വന്ന് പട്ടിണി കിടന്ന് ക്യാമ്പ് ചെയ്ത് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ട് നടത്തിയ ധീരോദാത്തമായ സമരം നമ്മൾ ആരും മറന്നിട്ടില്ല. ആ സംവിധാനത്തെയും ആ പാർട്ടിയെയും ഇടതുപക്ഷ മുന്നണിയെയും കേരളത്തിലെ പൊതുസമൂഹത്തെയും നന്നായി വഞ്ചിച്ചുകൊണ്ട് ആ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്നാണ് ഈ ഫോൺ സന്ദേശത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. അതിന്റെ പ്രധാന ഉത്തരവാദി ഈ പറയുന്ന MR അജിത് കുമാർ ആണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ആ സന്ദേശത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ആ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽപ്പെട്ട അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏതോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാകാം അദ്ദേഹം. അതൊക്കെ ഇനി അന്വേഷിക്കുന്ന, നാളെ ഇതിനൊക്കെ ഒരു അന്വേഷണം വരികയാണെങ്കിൽ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ അന്വേഷിക്കട്ടെ. സോളാർ അന്വേഷണം അട്ടിമറിക്കാൻ MR അജിത് കുമാർ സമീപിച്ചിട്ടുണ്ടെന്ന് സോളാർ കേസിലെ പരാതിക്കാരി ന്യൂസ് 8നോട് പറഞ്ഞു. ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി പ്രത്യേകിച്ചും കോൺഗ്രസിലെ 2 പേർക്കെതിരെയുള്ള കേസ് മൊഴികൾ ഒന്ന് വൈരുദ്ധ്യം വരുത്തണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണെങ്കിൽ ആ രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, കേസ് ഒഴിവാകുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായ രീതിയിൽ പ്രശ്നങ്ങളെല്ലാം തീർത്ത് മുമ്പോട്ട് പോകുവാനുള്ളൊരു സാഹചര്യം കറക്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും പാലിച്ചിട്ടില്ല. ഇനി ഞാൻ അന്വേഷിച്ചിട്ടുള്ളതിൽ അവരൊക്കെ എന്തൊക്കെയാ ചെയ്തിട്ടുള്ളതെന്നുള്ളതിന്റെ ഫുൾ റെക്കോർഡ്സ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്. അദ്ദേഹത്തിന് എതിരായിട്ടുള്ള കേസുകൾ ഉൾപ്പെടെയുള്ള ചില വ്യക്തികൾക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ADGP MR അജിത് കുമാർ തിരുവനന്തപുരം കവടിയാറിൽ വലിയൊരു കൊട്ടാരം പണിയുന്നുണ്ടെന്നും PV അൻവർ. കവടിയാറിലെ 10 സെന്റ് അജിത് കുമാറിന്റെ പേരിലും 12 സെന്റ് സഹോദരന്റെ പേരിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 12,000 മുതൽ 15,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടാണ് അജിത് കുമാർ പണിയുന്നതെന്നും PV അൻവർ ആരോപിച്ചു. നമ്മുടെ ADGP അജിത് കുമാർ ഒരു വലിയ കൊട്ടാരം പണിയുന്നുണ്ട്. എവിടെ അറിയോ? തിരുവനന്തപുരത്തെ കവടിയാർ കൊട്ടാരം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. കേരളത്തിന്റെ അഭിമാനമല്ലേ? ആ കവടിയാർ കൊട്ടാരത്തിന്റെ കോമ്പൗണ്ടിലാണ് ബഹുമാനപ്പെട്ട ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ തന്നെ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ബിസിനസ്സുകാരനായ ബഹുമാനപ്പെട്ട MA യൂസുഫ് അലി സാഹിബ് വീടുള്ളത്. കവടിയാർ കൊട്ടാരത്തിലാണ് അദ്ദേഹത്തിന്റെ ഹെലിപ്പാഡുള്ളത്. അതിന് തൊട്ടടുത്ത് 10 സെന്റ് ഞാൻ കിട്ടിയ വിവരം ഈ പറയുന്ന MR അജിത് കുമാറിന്റെ പേരിലാണ് ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 12 സ്ഥലം അദ്ദേഹത്തിന്റെ അളിയന്റെ പേരിലാണ്. ഇന്നലെ ഈ കോർപ്പറേഷനിൽ കൊടുത്ത പ്ലാന് എടുക്കാൻ വേണ്ടി വൈകുന്നേരമാണ് ഇതിന്റെ ഒരു കറക്റ്റായ ഏകദേശം വിവരം കിട്ടുന്നത്. ശ്രമം നടത്തിയിട്ട് കിട്ടിയിട്ടില്ല, പക്ഷെ ഇന്ന് കിട്ടുമായിരിക്കും. വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 12,000 സ്ക്വയർ ഫീറ്റ് ആണോ 15,000 സ്ക്വയർ ഫീറ്റ് ആണോ എന്ന് നമുക്ക് വിവരം തന്ന ആളുകളുടെ അടുത്ത് കൃത്യമായ വിവരമില്ല. അത് കോർപ്പറേഷനിൽ നോക്കിയാലേ അറിയുള്ളൂ. അത് ദയവായി നിങ്ങളൊന്ന് പരിശോധിക്കണം. ഇപ്പൊ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ ആളുകൾ പോയി നോക്കും. ആ നാട്ടുകാർക്കൊക്കെ അറിയത് ഈ ചങ്ങാതിൻ്റെതാണെന്ന്. കവടിയാർ കൊട്ടാരത്തിലെ ഭൂമിയുടെ വില അറിയോ? 60 തൊട്ട് 75 ലക്ഷം രൂപയാണ് മിനിമം. MA യൂസുഫ് അലി സാഹിബ് വീടുണ്ടാക്കാൻ തിരുവനന്തപുരത്ത് ഒരു സ്ഥലം സെലക്ട് ചെയ്യുമ്പോൾ എവിടെയാണെന്ന് ഇപ്പം നമുക്ക് ഊഹിക്കാലോ. അപ്പൊ അദ്ദേഹത്തിന്റെ വീടിനടുത്ത് ഒരു അഴിമതിയില്ല, ഒരു കള്ളക്കച്ചവടം ഇല്ല. ഈ ചെരുപ്പേ ഇടുള്ളൂ, 25 രൂപേനെ കുപ്പായ ഇടൂ, ഒരു കീറി പറഞ്ഞ പാൻറ്റേ ഇടുള്ളൂ. പാവപ്പെട്ട ADGP. അപ്പൊ ദയവായി നിങ്ങൾ അതും കൂടി ഒന്ന്
അന്വേഷിക്കണം, എന്നിട്ട് എനിക്ക് അതൊന്ന് TV-യിലൊന്ന് കാണണമെന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ നിങ്ങളുടെ സബോർഡിനേറ്റ്സിനെ ഒന്ന് വിളിച്ചു പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ADGP അജിത് കുമാറിനെതിരെ കൂടുതൽ ഗുരുതര ആരോപണങ്ങളുമായി PV അൻവർ MLA. ADGP സ്വർണ്ണക്കടത്ത് റിങ്ങിന്റെ തലവനാണെന്നും അൻവർ ആരോപിച്ചു. ഇതിന് തെളിവായി പേര് വെളിപ്പെടുത്താത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ശബ്ദ സന്ദേശം അൻവർ കേൾപ്പിച്ചു. സർ, കരിപ്പൂർ കേന്ദ്രീകരിച്ച് നടന്ന സ്വർണ്ണക്കടത്ത് ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പുമായിട്ട് അജിത് സാറിന് കച്ചവടം വന്നിട്ടുണ്ട് സാർ. ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അജിത് സാറിന്റെ ഭാര്യയുടെ തൃശ്ശൂരിലുള്ള ബന്ധുക്കളാണ്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എനിക്കിവിടെ പേഴ്സണലി അറിയാവുന്ന കാര്യമാണ് സാർ. അജിത് സാറിന്റെ ഈ കള്ളക്കടത്ത് രംഗത്തെ സഹായിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് സാർ. പുള്ളിയുടെ സംഘത്തിൽ പെടാത്തവരായ 4 സ്വർണ്ണം കടത്തിക്കൊണ്ട് എയർപോർട്ടിന് പുറത്തെത്തിയാലും മലപ്പുറം SP ആയിരുന്ന സുജിത് സാറിന്റെ നേതൃത്വത്തിലുള്ള ഗോൾഡ് സ്മഗ്ലിംഗ് ഇൻവെസ്റ്റിഗേഷൻ ടീം മിക്കവരെയും പിടികൂടും. ഇതിന്റെ വ്യക്തിപരമായ അന്വേഷണത്തിലാണ് ഞാൻ മനസ്സിലാക്കിയത് അജിത് സാറ് കണ്ണിയായ ദുബൈയിലെ ഒരു സ്വർണ്ണക്കടത്ത് സംഘം ഇതിന്റെ പുള്ളിയുടെ ബാക്കിലുണ്ടെന്നും ഒരു ചാര സംവിധാനം ഉണ്ടെന്നും ദുബായ് ഹോൾസെയിൽ ഗോൾഡ് മാർക്കറ്റിൽ നിന്ന് മലയാളികൾ 1000 സ്വർണ്ണ ബിസ്ക്കറ്റ് വാങ്ങിയാലും വാങ്ങുന്നവരെ പിന്തുടർന്ന് അവർ ഏത് ഓഫീസിലേക്കോ വീട്ടിലേക്കോ പോകുന്നതെന്ന് മനസ്സിലാക്കുന്നതും ഈ ടീമിന്റെ പിന്നിലുള്ള ബുദ്ധിയാണ്. പോലീസിലെ ഉന്നതർക്കെതിരെ തുടങ്ങിവെച്ച പോരാട്ടം വിജയകരമായി പൂർത്തിയാക്കുകയാണ് PV അൻവർ MLA. പാർട്ടി നേതൃത്വത്തിന്റെയും ഉന്നതരുടെയും അറിവോടെ തന്നെയാണ് PV അൻവറിന്റെ ആക്ഷേപങ്ങളെന്ന് തെളിയിക്കുന്നതാണ് ഇന്ന് നടന്ന സംഭവ വികാസങ്ങൾ. ADGP അജിത് കുമാർ ഗുരുതരമായ അധികാര വിനിയോഗമാണ് നടത്തുന്നതെന്നും സോളാർ കേസ് അട്ടിമറിയിലും സ്വർണ്ണക്കടത്ത് കേസുകളിലും അജിത് കുമാറിന് പങ്കുണ്ടെന്നും അൻവർ തെളിവുകൾ സഹിതം ആരോപിച്ചു. തന്റെ കൈവശമുള്ള തെളിവുകളെല്ലാം നാളെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഹാജരാക്കുമെന്നും PV അൻവർ വ്യക്തമാക്കി. കഴിഞ്ഞ ഒരാഴ്ചയായി PV അൻവർ MLA പോലീസിലെ ഉന്നതർക്കെതിരെ ഉയർത്തിയിരുന്ന ആരോപണങ്ങൾ അതിന്റെ ഒരു ഘട്ടം പിന്നിടുകയാണ്. ഇവിടെ ഇന്ന് അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അതിൽ വ്യക്തമായും MR അജിത് കുമാറിനെതിരായ തെളിവുകൾ ഹാജരാക്കിക്കൊണ്ടായിരുന്നു ആ വാർത്താ സമ്മേളനം പൂർത്തിയാക്കിയത്. അതായത് MR അജിത് കുമാർ കൃത്യമായി സ്വർണ്ണക്കടത്ത് ആ മേഖലയിൽ ഇടപെടുന്നുണ്ട്, അതുവഴി അനധികൃതമായി സ്വത്ത് സമ്പാദിക്കുന്നുണ്ട്, സോളാർ കേസ് പോലെ നിർണായകമായ പല കേസുകളിലും അട്ടിമറിക്ക് കൂട്ടുനിന്നിട്ടുണ്ട് തുടങ്ങി ഗുരുതരമായ ആക്ഷേപങ്ങൾ, ആരോപണങ്ങളാണ് അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചത്. അതിന് സാധൂകരിക്കുന്ന ശബ്ദ സന്ദേശവും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടു. ഇതിൽ കവടിയാറിൽ MR അജിത് കുമാർ നിർമ്മിക്കുന്നത് കൊട്ടാര സദൃശമായ ഒരു വീടാണ്. സെന്റിന് 60-70 ലക്ഷം രൂപ വില വരുന്ന ഇവിടെ എങ്ങനെ അദ്ദേഹത്തിന് ഇത്തരത്തിൽ വലിയൊരു കൊട്ടാരം നിർമ്മിക്കാൻ കഴിയുന്നു എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിച്ചു. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമായിട്ട് ഇന്ന് അദ്ദേഹം ഉന്നയിച്ചത് സോളാർ കേസിൽ അതിലെ പരാതിക്കാരിയുടെ മൊഴി മാറ്റുവാൻ അദ്ദേഹം സ്വാധീനം ചെലുത്തി ബ്രെയിൻ വാഷ് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ മാറ്റപ്പെട്ട മൊഴികളാണ് ആ സോളാർ കേസ് ഇല്ലാതാക്കിയത് എന്ന ഗുരുതരമായ ആക്ഷേപവും PV അൻവർ MLA ഉന്നയിച്ചു. അതോടൊപ്പം തന്നെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ഇടപെടൽ അല്ലെങ്കിൽ ആരോപണങ്ങൾ അജിത് കുമാറിനെതിരെ അദ്ദേഹം നടത്തി. ഗൾഫിൽ അജിത് കുമാറിന് ശൃംഖലയുണ്ട്. അവിടെ നിന്നും സ്വർണം വാങ്ങുന്നവരെ കൃത്യമായി അജിത് കുമാറിന്റെ സംഘം നോട്ട് ചെയ്യുന്നു. അജിത് കുമാറിന്റെ അറിവോടെ അല്ലാതെ ആർക്കും ഇവിടെ സ്വർണം കടത്താൻ കഴിയുന്നില്ല. മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ് പിടികൂടിയിരുന്നത് ഇങ്ങനെ അജിത് കുമാറിന്റെ അറിവില്ലാതെ വന്ന സ്വർണം കടത്തിക്കൊണ്ടുവരുന്ന സംഘങ്ങളെയായിരുന്നു. അതായത് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി കൃത്യമായ ബന്ധം അജിത് കുമാറിനുണ്ട്. അതുവഴി അവർ സമ്പാദിക്കുന്നത് കോടികളാണെന്ന് എന്നൊരു ഗുരുതരമായ ആക്ഷേപവും അദ്ദേഹം ഉന്നയിച്ചു. അതുമാത്രമല്ല, ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കൊലപാതകവും ആളുകൾ കാണാതാവുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. എടവണ്ണയിലെ റിധാൻ ബേസിലിന്റെ കൊലപാതകം അത്തരത്തിൽ ഒന്നാണ്. ആ കേസിൽ പോലീസ് ഇപ്പോൾ പ്രതിയാക്കപ്പെട്ട ഷാൻ മുഹമ്മദിനെ പ്രതി ചേർത്തതാണ് എന്നൊരു ഗുരുതരമായ ആക്ഷേപമാണ് ഉന്നയിച്ചത്. അത് ഈ റിധാൻ ബേസിലിന് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ സ്വർണ്ണക്കടത്തിനെ കുറിച്ച് അറിവുണ്ടായിരുന്നു. റിധാന്റെ ഫോൺ ഇതുവരെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് പോലീസ് ഒളിപ്പിക്കുകയോ നശിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, ഇതിൽ ഈ റിധാന്റെ ഭാര്യയും ഷാൻ മുഹമ്മദുമായി ആഭീത ബന്ധമുണ്ടെന്ന് മൊഴി കൊടുക്കാൻ പോലീസ് നിർബന്ധിക്കുകയും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു എന്ന ഗുരുതരമായ ആക്ഷേപമാണ് ആ കേസിൽ ഉന്നയിച്ചിട്ടുള്ളത്. അത്തരത്തിൽ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ADGP അജിത് കുമാറിന്റെ നിയന്ത്രണത്തിൽ, അറിവിൽ ഒരു നെക്സസിന്റെ കീഴിലാണ് നടക്കുന്നത് എന്ന ഗുരുതരമായ ആക്ഷേപമാണ് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. എന്നാണെങ്കിലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തന്റെ കൈവശമുള്ള എല്ലാ രേഖകളും തെളിവുകളും മുഖ്യമന്ത്രിക്ക് മുമ്പാകെ നാളെ ഹാജരാക്കുമെന്നും ഇതിൽ ഇനി കൂടുതൽ പ്രതികരണങ്ങൾക്കില്ല, മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം മാത്രമേ ഇനി മറ്റു കാര്യങ്ങൾ വെളിപ്പെടുത്തുകയുള്ളൂ. താൻ നടത്തുന്ന പോരാട്ടത്തിന് ഇവിടെ ഒരു ഇടവേള ഇടുകയാണ്. പക്ഷേ പോലീസിലെ പുഴുക്കുത്തുകൾക്കെതിരെ താൻ ഇതേപോലെ തന്നെ ഇനിയും മുൻപിലുണ്ടാകും എന്ന ഒരു വാക്ക് പറഞ്ഞാണ് അദ്ദേഹം വാർത്താസമ്മേളനം അവസാനിപ്പിച്ചത്. ഒപ്പം തന്നെ തനിക്ക്
സുരക്ഷാ ഭീഷണിയുണ്ടെന്നും അതുകൊണ്ട് തന്നെ സ്വരക്ഷയ്ക്കായി തോക്കിന് ഗൺ ഉപയോഗിക്കാനുള്ള ലൈസൻസ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു അപേക്ഷയും അദ്ദേഹം ഇന്ന് ജില്ലാ കളക്ടർക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട്. മലപ്പുറത്ത് നിന്നും അഖിലോട്ടുമാർക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. PV അൻവർ ഉന്നയിച്ച MR അജിത് കുമാറിന്റെ ഭൂമിക്ക് പൊന്നും വില. തിരുവനന്തപുരം കവടിയാറിലെ ഗോൾഫ് ക്ലബിന്റെ പിന്നിലാണ് ഭൂമി. ഇവിടെ അജിത് കുമാറിന് 10 സെന്റ് ഭൂമിയുണ്ട്. സെന്റിന് 65 ലക്ഷം രൂപ വരെ വില ഈ മേഖലയിലുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. അതിനിടെ ADGP MR അജിത് കുമാർ കവടിയാറിൽ നിർമ്മിക്കുന്ന വീടിന്റെ കല്ലിടൽ ചടങ്ങിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 8 ലഭിച്ചു. ADGPയും കുടുംബവും പങ്കെടുക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അൻവർ ആരോപിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്ന് ഇതാണ്. ഇവിടെ ഇത് മാത്രമല്ല, മറ്റൊരു സ്ഥലം കൂടി ADGP അജിത് കുമാർ ഇവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ കുറച്ച് ഉൾവശത്ത് നമ്മൾ വേറൊരു സ്ഥലം അവിടെ നമ്മൾ പോയിരുന്നു. അവിടെ 25 ലക്ഷം രൂപയാണ് സെന്റിന് ഇപ്പോൾ പോട്ട് തിരിച്ച് വിൽക്കുന്നത്. ഇത് അതിന് മുൻപുള്ള സ്ഥലമാണ്. അതായത് കൃത്യമായി പറഞ്ഞാൽ കവടിയാർ കൊട്ടാരത്തിന്റെ പിൻവശമായി വരും. ഗോൾഫ് ക്ലബിന്റെ വശത്തുകൂടി വരുമ്പോൾ ശാസ്താമംഗലത്തേക്ക് പോകുന്ന വഴിയിൽ ആ സ്ഥലത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അവിടെയാണ് ഇത്തരമൊരു വീട് MR അജിത് കുമാർ നിർമ്മിക്കുന്നത്. ഇത് തന്നെയാണ് അൻവർ ആരോപണമായി ഉന്നയിച്ച സ്ഥലം. ആ സ്ഥലത്ത് നിർമ്മാണം നടക്കുന്നു. ഇവിടെ വീടിന്റെ പ്രാരംഭ പണികൾ മാത്രമാണ് നടക്കുന്നത്. ഇത് ഭൂമിക്കടിയിലേക്ക് ഒരു 1-2 നില ഉണ്ടാകുമെന്ന് മനസ്സിലാക്കണം. അങ്ങനെയാണ് താഴേക്ക് പൈലിംഗ് നടത്തിയാണ് നിർമ്മിക്കുന്നത്. അതിന്റെ നിർമ്മാണ പ്രാരംഭ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അദ്ദേഹം IPSലെ മുതിർന്ന ഉദ്യോഗസ്ഥരാണ്. സ്വാഭാവികമായും ഇവിടെ ഈ ഭാഗങ്ങൾ വീട് വയ്ക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ സാമ്പത്തികമായൊക്കെ വലിയ മെച്ചമുള്ള ആളുകളും തന്നെയാണ്. പക്ഷേ ഈ സ്ഥലത്ത് ഈ ഭൂമിയുടെ വിലയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 25 ലക്ഷം രൂപ ഇതിന് പിൻവശം, ഏതാണ്ട് ഇവിടെ നിന്ന് പുറകിലേക്ക് പോകുന്ന ആ സ്ഥലത്ത് 25 ലക്ഷം രൂപ സെന്റിന് ആ രീതിയിലാണ് നിർമ്മാണ പ്രവർത്തനം ഭൂമിയുടെ വിലയുള്ളത്. ആ സ്ഥലത്താണ് അതുപോലെ സ്ഥലത്താണ് സംസ്ഥാന പോലീസിലെ ഒരു ഉദ്യോഗസ്ഥൻ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത്. ആ സ്ഥലത്തിന്റെ ഏറ്റവും പ്രത്യേകത തന്നെ നമുക്ക് പറയേണ്ടതുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് കുറച്ചുകൂടി പോകാനാകും. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ ഈ കെട്ടിടം നിർമ്മാണം നടക്കുന്ന സ്ഥലത്തുള്ളതാണ്. ഈ റോഡ് കാണുമ്പോൾ സ്വാഭാവികമായും ഈ സ്ഥലത്തിന്റെ പ്രാധാന്യം, വിലയൊക്കെ നമുക്ക് മനസ്സിലാകും. അവിടേക്ക് കൂടി നമുക്ക് പോകാനാകുമെന്ന് കരുതുന്നു. അതായത് കവടിയാർ നിന്ന് ഗോൾഫ് ക്ലബ്ബ് ഇപ്പോൾ സായി ഏറ്റെടുത്ത് നടത്തുന്ന സായിയുടെ ട്രെയിനിങ് സെന്റർ കൂടിയാണ്. ആ ഗോൾഫ് ക്ലബ്ബാണ് ഇതിന്റെ എതിർവശത്ത്, ഈ കെട്ടിടത്തിന്റെ അല്ലെങ്കിൽ കെട്ടിടം നിർമ്മിക്കുന്ന ഭൂമിയുടെ എതിർവശത്തുള്ളത് ഗോൾഫ് ക്ലബ്ബാണ്. ആ ഗോൾഫ് ക്ലബിന്റെ നേരെ പിൻവശത്ത് നിന്ന് ശാസ്താമംഗലത്തേക്ക് മറ്റും പോകുന്ന വഴിയിലാണ് ഈ സ്ഥലം MR അജിത് കുമാറിന്റേതെന്ന് പറയുന്ന ആ സ്ഥലം ഉള്ളത്. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിലുള്ളത് ഇപ്പോൾ ഗോൾഫ് ക്ലബിന്റെ മതിലാണ്. ഗോൾഫ് ക്ലബ്ബാണ് അതിന്റെ തൊട്ട് അപ്പുറത്തുള്ളത്. ആ ഭാഗത്തു നിന്ന്, അതായത് തിരുവനന്തപുരത്ത് ഏറ്റവും വിലയേറിയ സ്ഥലങ്ങളിൽ ഒന്ന്. ഇവിടെ എത്ര ലക്ഷം രൂപയ്ക്കാണ് അജിത് കുമാർ ഇത് വാങ്ങിയത് എന്ന് സംബന്ധിച്ച് നമ്മൾ ഗോൾഫ് ക്ലബിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അതിന്റെ ആ മതില് പിന്നിട്ടാൽ, ഗോൾഫ് ക്ലബിന്റെ മതില് പിന്നിട്ടാൽ നേരെ ഈ പറയുന്ന ഭൂമിയിലേക്ക്, ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തും. അതാണ് ഈ സ്ഥലത്തിന്റെ പ്രാധാന്യം. അത്രയധികം വിലയുള്ള സ്ഥലമാണ്. വളരെ വ്യക്തമാണ്. അതായത് ഈ വീടിന്റെ നിർമ്മാണത്തിന്റെ കൃത്യമായ വീടിന്റെ പ്ലാൻ തന്നെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ പ്ലാന്റെ എലിവേഷൻ നമ്മൾ കാണുന്നു. ആ വീടിന്റെ പ്രധാന മുൻവശത്തെ ആ എലിവേഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിന്റെ എല്ലാ ഭാഗങ്ങളും ഈ രീതിയിൽ ഇവിടെ ഈ സ്വാഭാവികമായി വീടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്ഥലത്ത് കാണുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട 65 ലക്ഷം രൂപ വരെ ഇവിടെ ഒരു സെന്റിന് വിലയുണ്ട് എന്ന് നാട്ടുകാരിൽ ചിലർ നമ്മോട് പറയുന്നു. അത് എത്രത്തോളം യുക്തിഭദ്രമെന്ന് നമുക്ക് വ്യക്തമല്ല. പക്ഷേ 65 ലക്ഷം ആയാൽ പോലും തീർത്തും തള്ളിക്കളയാൻ കഴിയില്ല. 10 സെന്റ് ഭൂമിയാണ് ഇത് ഉള്ളത്. ഇതിന്റെ അകത്ത് 100 മീറ്റർ അപ്പുറത്തേക്ക് ചില റിയൽ എസ്റ്റേറ്റ് ടീമുകൾ, റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ ഭൂമി പ്ലോട്ടായി തിരിച്ചു വിൽക്കുന്ന സ്ഥലമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 25 ലക്ഷം സെന്റിന് ഉണ്ട് എന്ന് പറയുന്നത്. 65 ലക്ഷം രൂപ വരെ ഈ സ്ഥലത്ത് വിലയുണ്ട് എന്നും നാട്ടുകാർ തന്നെ വ്യക്തമാക്കുന്നു. ആ ഒരു സ്ഥലത്താണ് ഇങ്ങനെ നിർമ്മാണം നടക്കുന്നത്. സംസ്ഥാന പോലീസിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ ഒരാൾ MR അജിത് കുമാർ തിരുവനന്തപുരം സ്വദേശിയാണ്. അദ്ദേഹം ഇത്തരമൊരു ഭരണപക്ഷ MLA-യുടെ ഒരു ആരോപണത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലാണ് MR അജിത് കുമാറിന്റെ സ്ഥലം, ഇത് വീട് വയ്ക്കുന്ന സ്ഥലത്ത് തന്നെയാണ്. മറ്റൊരു സ്ഥലം കൂടി അദ്ദേഹത്തിന് ഇതേ പ്രദേശത്തുണ്ടെന്നാണ് നാട്ടുകാർ തന്നെ വ്യക്തമാക്കുന്നത്. ഏതായാലും വളരെ ഗുരുതരമായ ആരോപണമാണ് MR അജിത് കുമാർ എന്ന സംസ്ഥാന പോലീസിലെ ഏറ്റവും കരുത്തനായ ഉദ്യോഗസ്ഥരാൾക്കെതിരെ PV അൻവർ എന്ന ഇടതുപക്ഷ MLA ഉന്നയിച്ചിരിക്കുന്നത്. ഈ സ്ഥലം വളരെ പ്രധാനപ്പെട്ടതാണ്, സ്ഥലം വളരെയധികം വിലയുള്ളതാണെന്ന് വ്യക്തമാണ്. വലിയ പ്ലാൻ, വീടിന്റെ പ്ലാനുമൊക്കെ ഇതിനകം തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്.
വീടിന്റെ പ്രാരംഭ നിർമ്മാണ ഘട്ടമാണ്. പൈലിംഗ് ജോലിയും മറ്റും നടക്കുന്നു. ഭൂമിക്കടിയിലേക്ക് കൂടി നിലകളുള്ള ഒരു വീട് എന്ന് വേണം മനസ്സിലാക്കാൻ. 15,000 സ്ക്വയർ ഫീറ്റിനൊക്കെ ഇവിടെ സാധ്യതയുണ്ടോ എന്ന കാര്യത്തിലൊക്കെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. പക്ഷേ ഇതാണ് സ്ഥലം. ഇതാണ് ആദ്യമായി ന്യൂസ് 18 പ്രേക്ഷകരിലൂടെ പുറത്തുവിടുന്നത്. ഈ സ്ഥലത്താണ് എം.ആർ. അജിത് കുമാറിന്റെ വീട് നിർമ്മാണം പുരോഗമിക്കുന്നത്. PV അൻവറിന്റെ ആരോപണം പരിശോധിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സർക്കാരും പാർട്ടിയും പരിശോധിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഉയർന്നു വന്ന എല്ലാ പ്രശ്നങ്ങളും ഗവൺമെന്റും പാർട്ടിയും ആവശ്യമായ രീതിയിലുള്ള ഗൗരവത്തോടുകൂടി തന്നെ എല്ലാ വശങ്ങളും എല്ലാ ഭാഗവും പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. ADGP MR അജിത് കുമാറിനെതിരെ പ്രതിപക്ഷ നേതാവ് ഓൺലൈൻ മാധ്യമ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ 2 കോടി രൂപ വാങ്ങി. അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തുന്ന വിവരം ചോർത്തി നൽകിയെന്നും VD സതീശൻ ആരോപിച്ചു. ഓൺലൈൻ പത്രപ്രവർത്തകൻ അയാൾ അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കാൻ അയാളുടെ കയ്യിൽ നിന്ന് 2 കോടി രൂപ വാങ്ങിച്ച് പോലീസ് പൂനെയിലും ഡൽഹിയിലും അയാളെ അറസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോൾ ഈ ADGP പോലീസിന്റെ വരവ് ചോർത്തിക്കൊടുത്തു അയാൾക്ക്, പ്രതിക്ക്. ഈ സംസ്ഥാനത്തെ പോലീസ് കേസെടുത്ത ആളെ പോലീസിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊടുക്കാൻ 2 കോടി രൂപ വാങ്ങിച്ച് ADGP വിവരം ചോർത്തിക്കൊടുത്തു. ഗുരുതരമായ ആരോപണമാണ്. മാത്രമല്ല, തൃശൂർ റേഞ്ചിൽ ഉൾപ്പെടെയുള്ള മിക്ക SP-മാരും ഇയാൾക്ക് വേണ്ടി പണം ശേഖരിക്കുന്ന ആളുകളാണ്. ഇയാളുടെ ഭാര്യ സഹോദരന്മാർ കോടിക്കണക്കിന് രൂപയുണ്ടാക്കി. എല്ലാ സംഭവങ്ങളുടെയും ഇടനിലക്കാരനായി നിന്ന് കോടികൾ സമ്പാദിക്കുന്നു. അയാൾക്ക് പിന്തുണ കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. ADGP MR അജിത് കുമാറിന്റെ പേരൂർക്കടയിലെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വിവാദങ്ങൾക്കിടെ മലപ്പുറത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ യോഗം ചേർന്നു. തൃശൂർ DIG തോംസൺ ജോസാണ് അടിയന്തര യോഗം വിളിച്ചത്. ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലാണ് യോഗം ചേർന്നത്. SP-യുടെ ഔദ്യോഗിക വസതിയിലെ മരമുറിയും വെളിപ്പെടുത്തലുകളും വിവാദമായതിന് പിന്നാലെയാണ് DIG യോഗം വിളിച്ചത്. മരമുറി കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് DIG തോംസൺ ജോസ്. യോഗത്തിന് ശേഷം മരമുറി കേസിൽ ഉദ്യോഗസ്ഥരിൽ നിന്നും DIG മൊഴിയെടുത്തു. മരമുറി നടന്ന ദിവസം ക്യാമ്പ് ഓഫീസിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ മൊഴിയാണ് എടുത്തത്. SP സുജിത് ദാസിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി. ലഹരി കേസിൽ കസ്റ്റഡിയിലെടുത്തയാളെ ക്രൂരമർദ്ദനത്തിനിരയാക്കിയെന്നാണ് പരാതി. പ്രതിയുടെ ഭാര്യയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. 2018 സുജിത് ദാസ് എറണാകുളത്ത് അസിസ്റ്റന്റ് SP ആയിരിക്കെയാണ് കേസിനാസ്പദമായ സംഭവം. ഈ കേസ് CBIക്ക് വിടണമെന്ന് പ്രതി സുനിൽകുമാറിന്റെ ഭാര്യ രേഷ്മ ഹർജിയിൽ ആവശ്യപ്പെടുന്നു. പോലീസിൽ അടിമ ഉടമ ബന്ധം നിലനിൽക്കുന്നതായി പ്രമേയം. പൊതുജനങ്ങളോട് മാന്യമായ പെരുമാറ്റം ഉണ്ടാകണമെന്ന് നിർദ്ദേശിക്കുന്ന ഉന്നതർ തന്നെ ഇങ്ങനെ പെരുമാറുന്നു. പോലീസ് സേനയുടെ പ്രവർത്തനം പല തട്ടിലാണ് എന്ന് ധ്വനിപ്പിക്കുന്നതാണ് ഉന്നത ഉദ്യോഗസ്ഥന്റെ ഫോൺ സംഭാഷണമെന്നും ഇക്കാര്യത്തിൽ മാതൃകാപരമായ തിരുത്തൽ ഉണ്ടാകണമെന്ന ആവശ്യവും പ്രമേയത്തിലുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് മുൻപ് ഇടവേള. NCPയിൽ മന്ത്രിസ്ഥാനത്തെ ചൊല്ലി വീണ്ടും തർക്കം. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന് ഒരു വിഭാഗം. കൊച്ചിയിൽ നടന്ന ജില്ലാ പ്രസിഡന്റുമാരുടെ യോഗത്തിലും ആവശ്യം ശക്തമാണ്. NCPയുടെ മന്ത്രിമാറ്റം സംസ്ഥാന നേതൃത്വം ചർച്ച ചെയ്തിട്ടില്ലെന്ന് PC ചാക്കോ. അത്തരം ആവശ്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് ശരത് പവാറാണ്. മന്ത്രിയെ മാറ്റുന്നത് തന്റെ അധികാര പരിധിയിൽ വരുന്നതല്ല. ഇങ്ങനെ ഒരു വിഷയം ശരത് പവാറുമായി താൻ ചർച്ച നടത്തിയിട്ടില്ല. ആരെങ്കിലും അഭിപ്രായ വ്യത്യാസം പറഞ്ഞാൽ പരിഹാരം കാണുമെന്നും PC ചാക്കോ പറഞ്ഞു. ഇത്തരത്തിലുള്ള ഒരു കാര്യവും സംസ്ഥാന പാർട്ടി നേതൃത്വം ആലോചിച്ചിട്ടില്ല. അതേക്കുറിച്ചൊരു മറുപടി പറയാൻ എനിക്ക് കഴിയുകയുമില്ല. കാരണം മന്ത്രിയെ തീരുമാനിക്കുന്നതും മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റം ഉണ്ടെങ്കിൽ അത് തീരുമാനിക്കുന്നതുമൊക്കെ ഞങ്ങളുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എൻ്റെ അധികാര പരിധിയിൽപ്പെട്ട ഒരു കാര്യമേ അല്ല. ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു ഫോറത്തിലും ഇങ്ങനൊരു കാര്യം സംസാരിച്ചിട്ടില്ല. പിന്നെ എന്തെങ്കിലും മാറ്റം വേണം എന്നുണ്ടെങ്കിൽ മുൻകാല തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് തീരുമാനിക്കേണ്ടത് ഞങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീ ശരത് പവാറാണ്.
അദ്ദേഹം എന്നോട് ഇന്ന് വരെ ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ട് പോലുമില്ല. ആലപ്പുഴ ചേർത്തലയിൽ നവജാത ശിശുവിനെ കാണാതായ സംഭവം കൊലപാതകം. കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്ന് ചേർത്തലയിലെ ആശയുടെ ആൺ സുഹൃത്ത് രതീഷ് മൊഴി നൽകി. രതീഷിന്റെ വീട്ടിലാണ് കുഞ്ഞിനെ കുഴിച്ചുമൂടിയത്. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. ശരണ്യ, കുഞ്ഞിനെ കൈമാറി ആശാ വർക്കർ വരുമ്പോൾ കുഞ്ഞിനെ കാണാനില്ല. ആ തരത്തിൽ ദുരൂഹമായ രീതിയിൽ തന്നെ സാഹചര്യം കണ്ടതുകൊണ്ട് പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നു. ഇത് കുഞ്ഞിനെ കൊന്നുകളഞ്ഞത് തന്നെയാണ്, കൊലപാതകം തന്നെയാണ് എന്നുള്ള മൊഴികൾ കൂടിയാണോ ഈ പുറത്തു വരുന്നത്? തീർച്ചയായിട്ടും അപർണ, ആദ്യഘട്ടത്തിൽ പോലീസ് ഈ കുട്ടി മിസ്സിംഗ് ആണ് എന്നുള്ള ഒരു പരാതി ആശാ വർക്കർ മുഖാന്തരം വാർഡ് മെമ്പറാണ് ചേർത്തല പോലീസിന് നൽകുന്നത്. അതായത് ഈ കഴിഞ്ഞ 27-നാണ് ഇത്തരത്തിൽ ഒരു പ്രസവം നടന്നു എന്നുള്ളത് ആശാ വർക്കർക്കടക്കം വിവരം ലഭിക്കുന്നത്. പിന്നീട് ഈ കുട്ടിയെ സംബന്ധിച്ച് അവർ അന്വേഷിച്ച് എത്തിയപ്പോൾ ഈ പള്ളിപ്പുറത്തുള്ള ഇവരുടെ വീട്ടിൽ ഈ കുഞ്ഞില്ലായിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെ ആശാ വർക്കർ ആ വീട്ടിലെത്തി ആശയോട് വിവരം ചോദിച്ചപ്പോഴാണ് കുട്ടിയെ തൃപ്പൂണിത്തുറ സ്വദേശികൾക്കായ ദമ്പതികൾക്ക് വിറ്റു, അതായത് കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. കാരണം അവർക്ക് വളർത്താനുള്ള ശേഷി ഉണ്ടായില്ല എന്നുള്ളതാണ്. ആശയ്ക്ക് 2 കുട്ടികൾ, ഈ കുട്ടിയെ കൂടാതെ 2 കുട്ടികൾ കൂടി ഉണ്ടായിരുന്നു. എന്തായാലും പിന്നീട് പോലീസ് ചോദ്യം ചെയ്യലിൽ ആശയെയും ഒപ്പം തന്നെ ആൺസുഹൃത്തായ രതീഷിനെയും ചേർത്തല പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഈ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിനിടയിൽ ആശയുടെ മൊഴികൾ വൈരുദ്ധ്യമുണ്ടായി. അതായത് ആദ്യം കുട്ടിയെ തൃപ്പൂണിത്തുറയിൽ കൊടുത്തു എന്ന് പറഞ്ഞു, പിന്നീട് അത് മാറ്റി പറഞ്ഞു കുട്ടി മരണപ്പെട്ടു എന്ന് പറഞ്ഞു. ആദ്യഘട്ടത്തിൽ അല്പസമയം മുമ്പ് പോലീസ് കുട്ടി ജീവനോടെ ഇല്ല എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിരുന്നു. പിന്നീട് ഈ കുട്ടി എങ്ങനെ മരണപ്പെട്ടു, അതായത് മറ്റെന്തെങ്കിലും ആരോഗ്യസ്ഥിതി കൊണ്ട് മരണപ്പെട്ടതാണോ എന്നടക്കമുള്ള ചോദ്യം ചെയ്യൽ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ആൺസുഹൃത്തായ രതീഷ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് കുട്ടി കൊല്ലപ്പെട്ടതാണ് എന്നുള്ളത്. ശ്വാസം മുട്ടിച്ച് കുഞ്ഞിനെ കൊലപ്പെടുത്തുകയും രതീഷിന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ ഈ കുട്ടിയെ അടക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. 2 പേരും ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലാണ്. ഇവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. ചേർത്തല പോലീസ് സ്റ്റേഷനിൽ ആണ് ഇപ്പോൾ ചേർത്തല പോലീസ് ഇവരെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. പള്ളിപ്പുറത്തെ രതീഷിന്റെ വീട്ടിലും പോലീസിന്റെ തിരച്ചിലുണ്ടാകും. ശരണ്യ, ഈ കൂടെ ഉണ്ടായിരുന്ന ആൺ സുഹൃത്തിന്റെ മൊഴി അനുസരിച്ച് ആ തരത്തിലുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. ഇവർക്ക് നേരത്തെ ശരണ്യ പറഞ്ഞ പോലെ 2 കുട്ടികൾ ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായ 3ാമത്തെ കുട്ടിക്കാണ് ഈ അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഈ സ്ത്രീയുടെ ഭർത്താവിനെ ചോദ്യം ചെയ്യുന്നുണ്ടോ, കുടുംബാംഗങ്ങളുടെ മൊഴി എടുക്കുന്നുണ്ടോ? അങ്ങനെ എന്ത് പശ്ചാത്തലമാണ് ഇതിന് കാരണമായത് എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? ഭർത്താവിന് ഈ ഗർഭാവസ്ഥയെ സംബന്ധിച്ച് അറിവുണ്ടായിരുന്നില്ല എന്നുള്ള മൊഴിയാണ് ഈ സ്ത്രീ ഇപ്പോൾ പോലീസിന് നൽകിയിട്ടുള്ളത്. ഭർത്താവിനോട് ഈ ഇത്തരത്തിൽ വയറ്റിൽ മുഴയായിരുന്നു എന്നുള്ളതാണ് കുടുംബത്തെ ധരിപ്പിച്ചിരുന്നത്. പക്ഷേ ഈ ആശ ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രസവിച്ചത്. അവിടെ ബൈസ്റ്റാൻഡറായി കൂടെ ഉണ്ടായിരുന്നത് ഈ ആൺസുഹൃത്തായ രതീഷാണ് എന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ നിലവിൽ പോലീസിന് ലഭ്യമായിട്ടുള്ള മൊഴി പ്രകാരം ഭർത്താവിനോ മറ്റു ബന്ധുക്കൾക്കോ ഈ വിവരം അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. ബാക്കിയുള്ള വിവരങ്ങൾ, അതായത് അതുകൊണ്ടാണോ ഇത്തരം ഒരു കൊലപാതകത്തിലേക്ക് കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള ഒരു കാര്യത്തിലേക്ക് പോയതെന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഭർത്താവിനെ സംബന്ധിച്ച് അറിവുണ്ടായിരുന്നില്ല എന്നുള്ള വിവരമാണ്. എന്തായാലും ഈ ഭർത്താവ് പോലീസ് കസ്റ്റഡിയിലല്ല ഉള്ളത്. മനോജ് എന്നാണ് അയാളുടെ പേര്. അദ്ദേഹം ഇതുവരെ പോലീസ് കസ്റ്റഡിയിലേക്ക് വന്നിട്ടോ മറ്റു ബന്ധുക്കളോ ഒന്നും ചോദ്യം ചെയ്തിട്ടില്ല. ഇവർ 2 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ അല്പസമയത്തിനകം തന്നെ അറസ്റ്റ് സ്ഥിരീകരിക്കും. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ നൽകുന്നത്. ഞെട്ടിക്കുന്ന വഴിത്തിരിവിലേക്ക് കൂടി ചേർത്തലയിൽ നവജാത ശിശുവിനെ കാണാതായ സംഭവം. ശ്വാസം മുട്ടിച്ച് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണ് എന്ന് ആ കുഞ്ഞിന്റെ അമ്മയുടെ ആൺസുഹൃത്ത് മൊഴി നൽകിയിരിക്കുന്നു. മറ്റൊരു വാർത്ത നോക്കിയാൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുരക്ഷാ പരിശോധനയ്ക്ക് അനുമതി. സുരക്ഷാ പരിശോധന നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് കേന്ദ്ര ജല കമ്മീഷൻ തീരുമാനം. 12 മാസത്തിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. ഇപ്പോൾ പരിശോധിക്കേണ്ടതില്ല എന്ന തമിഴ്നാടിന്റെ വാദം തള്ളിയാണ് ജല കമ്മീഷൻ മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിക്ക് നിർദ്ദേശം നൽകിയത്. വിദഗ്ധരടങ്ങിയ സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് 12 മാസത്തിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. 2011 ശേഷം 13 വർഷങ്ങൾക്ക് ശേഷമാണ് മുല്ലപ്പെരിയാറിൽ സുരക്ഷാ പരിശോധന നടക്കുന്നത്. അണക്കെട്ട് സുരക്ഷിതമല്ലെന്ന് കേരളം വാദിക്കുമ്പോഴും കാലങ്ങളായി ഡാമിൽ നടത്തിയ ബലപ്പെടുത്തൽ നടപടികൾ ചൂണ്ടിക്കാട്ടിയാണ് തമിഴ്നാട് കേരള വാദത്തെ ചെറുത്തിരുന്നത്. പുതിയ അണക്കെട്ടെന്ന കേരള ആവശ്യത്തിൽ നിർണായകമാണ് ഇനി നടക്കുന്ന സുരക്ഷാ പരിശോധന.
കേരളത്തിന്റെ വാദങ്ങൾ അംഗീകരിക്കപ്പെട്ടെന്നും തീരുമാനം ആശ്വാസകരമെന്നും ജലസേചന മന്ത്രി റോഷി അഗസ്റ്റിൻ ന്യൂസ് 8നോട് പ്രതികരിച്ചു. തമിഴ്നാടിന്റെ വാദം തള്ളിയാണ് തീരുമാനം. കേരളം കൂടി നിർദ്ദേശിക്കുന്ന അജണ്ടയാണ് പരിഗണിച്ചതെന്നും മന്ത്രി പറഞ്ഞു. മുല്ലപ്പെരിയാർ ബന്ധപ്പെട്ട കേസിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സ്വീകാര്യമായിട്ടുള്ള ആശ്വാസകരമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇന്നുണ്ടായിട്ടുള്ളത്. ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്ര ജല കമ്മീഷൻ ആസ്ഥാനത്ത് ശ്രീ രാജേഷ് കസ്റ്റലിന്റെ അധ്യക്ഷതയിലുണ്ടായ മേൽനോട്ട സമിതിയാണ് ഈ തീരുമാനം എടുത്തത്. ഇക്കാലത്തും കേരളം ആവശ്യപ്പെട്ടിരുന്നു ഈ അണക്കെട്ടിന്റെ വിശദമായ അണക്കെട്ടിന്റെ സുരക്ഷാ പരിശോധന. എന്നാൽ ഇത് 12 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ ഇന്ന് തീരുമാനമെടുത്തു. സുപ്രീം കോടതി നിയോഗിച്ച എംപ്ലോയ്ഡ് കമ്മിറ്റിയാണ് ഇതിന്മേൽ തീരുമാനം എടുത്തിട്ടുള്ളത്. സ്വതന്ത്ര വിദഗ്ധന്മാർ ഉൾപ്പെടുന്ന സമിതി കേരളം കൂടി നിർദ്ദേശിക്കുന്ന അജണ്ട ഉൾപ്പെടുത്തി അണക്കെട്ടിന്റെ ഘടനാപരമായ സുരക്ഷ, ഭൂകമ്പ പ്രതിരോധ സുരക്ഷ, പ്രളയ സുരക്ഷ, ഓപ്പറേഷൻ സുരക്ഷ എന്നിവ ഇതിന്റെ ഭാഗമായി അണക്കെട്ടിലും മറ്റ് വിദഗ്ധ സ്ഥാപനങ്ങളിലും നടത്തുന്ന രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. KPCC നേതൃത്വത്തെ വെല്ലുവിളിച്ച് സിമി റോസ് ബെൽജോൺ. വെളിപ്പെടുത്തൽ നടത്തിയത് CPM-മായി ഒത്തുകളിച്ചാണെന്ന ആരോപണം തെളിയിച്ചാൽ തല മുണ്ടനം ചെയ്യുമെന്നാണ് പ്രഖ്യാപനം. തെരഞ്ഞെടുപ്പിനായി DK ശിവകുമാർ നൽകിയ പണം കോൺഗ്രസ് നേതാക്കൾ തിരിമറി നടത്തിയെന്ന ആരോപണവും സിമി ഉന്നയിച്ചു. ഇതിനിടെ സിമി റോസ് ബെൽജോൺ നടത്തിയ വെളിപ്പെടുത്തലിൽ കോൺഗ്രസ് നേതൃത്വം പ്രതികരിക്കണമെന്നാവശ്യപ്പെട്ട് CPM-ഉം രംഗത്തെത്തി. നവമി ദിനേശന്റെ റിപ്പോർട്ട്. കോൺഗ്രസിലെ വനിതാ നേതാക്കളെ അധിക്ഷേപിച്ച മുൻ AICC അംഗവും PSC അംഗവുമായിരുന്ന സിമി റോസ് ബെൽജോണിനെ കഴിഞ്ഞ ദിവസമാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. ഇന്ന് മാധ്യമങ്ങളെ കണ്ട സിമി താൻ CPM-നെ കൂട്ടുപിടിച്ചാണ് ന്യൂസ് 18 കേരളത്തിന് അഭിമുഖം നൽകിയതെന്ന VD സതീശന്റെ ആരോപണത്തെ പൂർണ്ണമായും തള്ളി. ഞാൻ വെല്ലുവിളിക്കുന്നു അദ്ദേഹത്തോട് തെളിയിക്കാനായിട്ട്. വെല്ലുവിളിക്കുന്നു CPM-ആയിട്ട് ഗൂഢാലോചനയുണ്ടെങ്കിൽ ഞാൻ ശിരസ് മുണ്ടനം ചെയ്ത് KPCCക്ക് സമർപ്പിക്കുന്നതാണ്. പാർട്ടിയിലെ ചില നേതാക്കൾക്കെതിരെ ലൈംഗിക ആരോപണ പരാതിയുണ്ടെന്നും അതിന്റെ തെളിവ് തന്റെ കയ്യിലുണ്ടെന്നും സിമി റോസ്ബെൽ വെളിപ്പെടുത്തി. കെ സുധാകരനെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും എന്നാൽ പലരെയും പേടിയാണെന്നും സിമി കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തോട് ആരെന്ത് പറഞ്ഞാലും അദ്ദേഹത്തിന് ഉള്ളിനുള്ളിൽ ഒരു നന്മയുള്ള വ്യക്തിയാണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന് സഹായിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ അദ്ദേഹത്തിന് പേടിയാണ്. അതിനിടെ ചില നേതാക്കൾക്കെതിരെ വലിയ സാമ്പത്തിക ആരോപണം കൂടി സിമി ഉന്നയിച്ചു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കർണാടകയിൽ നിന്നും DK ശിവകുമാർ കായവണ്ടിയിൽ 30 ലക്ഷം കേരളത്തിലെത്തിച്ചു. അതെവിടെയെന്നും സിമി ചോദിച്ചു. ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് എന്നോട് സംസാരിച്ചത് DK ശിവകുമാർ കൊടുത്ത 30 കോടി ഒരു കായവണ്ടി വന്നു, അത് എത്തേണ്ടടുത്ത് എത്തിയിട്ടില്ല, അതിന്റെ രേഖകൾ ഇന്ന് എനിക്ക് മിക്കവാറും കിട്ടും. സിമി റോസ്ബെല്ലിന്റെ ആരോപണത്തിൽ പാർട്ടി നേതൃത്വം മറുപടി പറയണമെന്ന് MV ഗോവിന്ദൻ. അല്ല, അവരുന്നയിച്ച കാര്യം പത്രത്തിലൊക്കെ ഇന്ന് വന്നിട്ടുണ്ട്, വാർത്ത വന്നിട്ടുണ്ട്. അതെല്ലാം കോൺഗ്രസാണ് മൊഴി പറയേണ്ടത്. അതായത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ച ഒരാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്നു എന്നതിനെ പറ്റിയിട്ടുള്ള കാര്യമാണ് അവരിന്ന് പറഞ്ഞിട്ടുള്ളത്. അത് കോൺഗ്രസാണ് മൊഴി പറയേണ്ടത്. എന്തായാലും ഇന്ന് സിമി നടത്തിയ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരാണ്. ഇതൊരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാൻ തന്നെയാണ് CPM-ന്റെ തീരുമാനം. സിനിമാ മേഖലയിലെ ലൈംഗികാരോപണത്തിൽ മുകേഷ്, മണിയമ്പിള്ള രാജു, അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ എന്നിവരുടെ ജാമ്യാപേക്ഷയിൽ നാളെയും വാദം തുടരും. ഇടവേള ബാബുവും ജാമ്യാപേക്ഷ സമർപ്പിച്ചു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഹർജികൾ പരിഗണിക്കുന്നത്. നടൻ സിദ്ദിഖ് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു. വർഷങ്ങൾക്ക് മുൻപ് നടന്ന കേസായതിനാൽ കൂടുതൽ അന്വേഷണം വേണമെന്നും പ്രതികളുടെ അറസ്റ്റ് ഉടനില്ലെന്നും IG G പൂങ്കഴലി പറഞ്ഞു. മുകേഷ്, അതോടൊപ്പം തന്നെ മണിയമ്പിള്ള രാജു, അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ എന്നിവരുടെ മുൻകൂർ ജാമ്യ ഹർജികളിലുള്ള വാദമാണ് ഇന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നടന്നത്. ഏതാണ്ട് 2 മണിക്കൂറിലധികം ഈ വാദം കോടതിയിൽ നീണ്ടുനിന്നിരുന്നു. ഇവരുടെ ജാമ്യാപേക്ഷകളെ ചൊല്ലിയുള്ള വാദം. അത് അടച്ചിട്ട കോടതി മുറിക്കുള്ളിലായിരുന്നു ഈ നടപടികൾ ഉണ്ടായിരുന്നത്. അഭിഭാഷകരും മാത്രമായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇതിൽ തുടർവാദങ്ങൾക്കായി നാളേക്ക് കേസുകൾ മാറ്റുകയായിരുന്നു. ജാമ്യ ഹർജികൾ നാളേക്ക് മാറ്റുകയായിരുന്നു. നാളെയും ഈ ഹർജികളിലുള്ള വാദങ്ങൾ തുടരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ടത് മുകേഷ് സമർപ്പിച്ച പ്രധാനപ്പെട്ട തെളിവുകൾ ഉണ്ടായെന്ന് നേരത്തെയും പറഞ്ഞിരുന്നു. അത്തരം തെളിവുകളെല്ലാം ഇന്ന് കൈമാറിയതായി മുകേഷിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജിയോ പോൾ പറഞ്ഞു. ഇതിൽ പ്രധാനപ്പെട്ട ചില തെളിവുകൾ ഡിജിറ്റൽ തെളിവുകളാണ്. ഇതടക്കമുള്ള കാര്യങ്ങൾ കോടതിക്ക് സീൽ ചെയ്ത കവറിൽ നൽകിയതായും അഭിഭാഷകൻ പറയുകയുണ്ടായി. വാദം കേട്ടു, 3 അപേക്ഷകളിലും വാദം കേട്ടു. ഫർദർ ഹിയറിംഗിനായിട്ട് നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. 4 ജാമ്യാപേക്ഷകളാണ് ഇന്ന് ഉള്ളത്. അതിനകത്ത് ഒരെണ്ണം നാളത്തേക്കാണ് വെച്ചിട്ടുള്ളത് ഇടവേള ബാബുവിന്റെ. ബാക്കിയുള്ള 3 മുകേഷിന്റെ, ചന്ദ്രശേഖരൻ വക്കീലിന്റെയും
മണിയമ്പിള്ള രാജുവിന്റെയാണ് ഇന്ന് വാദം കേട്ടത്. മറ്റൊന്ന്, ഇടവേള ബാബുവും മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചു എന്നതാണ്. ഇടവേള ബാബുവിന്റെ ജാമ്യവും പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് പരിഗണിക്കുന്നത്. ഈ ഹർജിയിലുള്ള വാദവും നാളെ തുടരുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഇതിൽ നടൻ സിദ്ദിഖ് ജാമ്യത്തിന് വേണ്ടി ഹൈക്കോടതിയാണ് സമീപിച്ചിരിക്കുന്നത്. ഹൈക്കോടതി കേസ് നാളെ എടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഹർജി നാളെ ഫയൽ സ്വീകരിക്കുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ എറണാകുളത്തെ നടിയുടെ പരാതിയിൽ ആരോപണ വിധേയരായവർ ഓരോരുത്തരായി കോടതികളിലേക്ക് എത്തിയിരിക്കുന്നു. കോടതി നടപടികൾ ഇതിൽ ഏറ്റവും ആദ്യം സമീപിച്ച മുകേഷിന് 5 ദിവസത്തോളം അറസ്റ്റിൽ നിന്ന് തടഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു വഴി തന്നെയാണ് ഇതിൽ ആരോപണ വിധേയരായവർ, പരാതി ഉയർന്നിട്ടുള്ളവർ സ്വീകരിച്ചിരിക്കുന്നത്. ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ അവർക്കെതിരെ നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് ഒഴിവാകണം, ഇതിൽ ഗൂഢാലോചനയുണ്ട് എന്നതാണ് പലരുടെയും ഹർജികൾ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ബോധിപ്പിച്ചിട്ടുള്ളത്. അതിനിടെ ഈ അറസ്റ്റിൽ ഉടൻ തീരുമാനമില്ല എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഇത് നേരത്തെയും നടന്ന കേസാണ്. അതുകൊണ്ട് കുറെ കൂടി കാര്യങ്ങൾ ബോധിപ്പിക്കാനുണ്ട്. കോടതി നടപടികളടക്കം തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ ഉടൻ അറസ്റ്റില്ല എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കോടതി നടപടികൾ തുടരുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിയായ കാര്യങ്ങളെ തുടർന്ന് പരാതി ഉയർന്ന സാഹചര്യത്തിൽ മറ്റ് നടപടികൾ, അന്വേഷണ സംഘത്തിന്റേതടക്കമുള്ള നടപടികളടക്കം തുടരുകയാണ്. അല്ല, ഫസ്റ്റ് ലെവൽ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞെന്ന് പറയാം. ഇനി അടുത്തുള്ള കുറെ പഴയ കേസായതുകൊണ്ട് ഒരുപാട് അന്വേഷിക്കേണ്ടതുണ്ട്. കുറെ മൊഴികളും കുറെ സാക്ഷികളും എല്ലാം എടുക്കേണ്ടതുണ്ട്. അപ്പൊ അതിന്റേതായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. കേസ് ഇപ്പോ കോടതിയിലുള്ളതുകൊണ്ട് ഇപ്പൊ നമുക്കതിന് കോടതിയിൽ എന്ത് പറയുന്നുണ്ടോ അനുസരിച്ചായിരിക്കും അടുത്ത് ചെയ്യുന്നത്. കാഫിർ സ്ക്രീൻഷോട്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിഷയങ്ങളിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധവുമായി UDF. സ്ത്രീവിരുദ്ധ സർക്കാരിന് വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ്. ഇടത് വനിതാ നേതാക്കൾ വരെ നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടും സർക്കാർ സംരക്ഷണം ഒരുക്കിയെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. EP ജയരാജനെതിരെ വീണ്ടും P ജയരാജൻ. റിസോർട്ട് ആരോപണം സംസ്ഥാന സമിതിയിൽ വീണ്ടും ഉന്നയിച്ചു. പാർട്ടിക്ക് നൽകിയ പരാതിയിൽ എന്ത് നടപടിയുണ്ടായെന്ന് P ജയരാജൻ ചോദിച്ചു. പരാതി ഇപ്പോൾ പരിഗണിച്ചിട്ടില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മറുപടി നൽകി. അതേസമയം പാർട്ടി നടപടിയിൽ കടുത്ത അമർഷത്തിലാണ് EP. നടപടി അറിഞ്ഞത് സെക്രട്ടേറിയറ്റ് യോഗത്തിനിടെയാണ്. പാർട്ടി മാന്യത കാണിച്ചില്ല. കേന്ദ്ര കമ്മിറ്റി അംഗത്തോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടതെന്നും EP ചോദിച്ചു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള CPM നേതാക്കൾക്ക് BJPയുമായി ബന്ധമുണ്ടെന്ന് VD സതീശൻ. BJPയെ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കാനുള്ള നീക്കമായിരുന്നു EP ജയരാജന്റെ തെരഞ്ഞെടുപ്പ് ദിവസത്തെ ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച എന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നു പാർലമെന്റ്. അപ്പൊ പൂരം കലക്കി. ആരാ പൂരം കലക്കിയത്? പോലീസ്. ഞങ്ങൾ പറഞ്ഞില്ലേ, BJPയെ ജയിപ്പിക്കാൻ അവിടെ ഒരു ഹൈന്ദവ വികാരം, പ്രതിഷേധ വികാരം ഉണ്ടാക്കാൻ CPM BJP നേതാക്കൾ മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടി നടത്തിയ ഗൂഢാലോചനയാണ് പൂരം കലക്കിയത്. ജാവദേക്കറെ കണ്ടു. തെരഞ്ഞെടുപ്പിന്റെ അന്ന് ഞങ്ങളാണ് ആരോപണം ഉന്നയിച്ചത്. CPM നേതാക്കളും BJP നേതാക്കളും തമ്മിൽ ബിസിനസ് ബന്ധമുണ്ട്. ആദ്യം നിഷേധിച്ചു, പിന്നെ സമ്മതിച്ചു. രണ്ടാമത് പറഞ്ഞു പ്രകാശ് ജാവദേക്കർ ജയരാജൻ കണ്ടു. അപ്പൊ ജയരാജൻ അത് സമ്മതിച്ചു ഇലക്ഷന്റെ അന്ന്. ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് KT ജലീൽ MLA. ഒരു അധികാര പദവിയും വേണ്ടെന്നും KT ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു. അവസാന ശ്വാസം വരെ CPM സഹയാത്രികനായി തുടരും. CPM നൽകിയ പിന്തുണയും അംഗീകാരവും മരിച്ചാലും മറക്കില്ല. ഉദ്യോഗസ്ഥരിലെ കള്ളനാണയങ്ങളെ തുറന്നു കാട്ടുമെന്നും അതിന് ഒരു പോർട്ടൽ തുടങ്ങുമെന്നും ജലീൽ FB പോസ്റ്റിൽ അറിയിച്ചു. വീണ്ടും ഇടവേള. സമൂഹത്തിലുയർന്നു മംഗളൂരുവിൽ 2.5 വയസ്സുള്ള കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ മലയാളി അറസ്റ്റിൽ. എറണാകുളം പറവൂർ സ്വദേശി അനീഷ് കുമാറിനെയാണ് കർണാടക പോലീസ് ട്രെയിൻ യാത്രയ്ക്കിടെ കാസർഗോഡ് വെച്ച് അറസ്റ്റ് ചെയ്തത്. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടാനായത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കുട്ടിയെ മാതാപിതാക്കൾക്ക് കൈമാറി. മംഗളൂരുവിൽ കങ്കനാടിയിൽ താമസിക്കുന്ന ന്യൂഡൽഹി സ്വദേശികളായ ദമ്പതികളുടെ 2.5 വയസ്സുള്ള കുഞ്ഞിനെയാണ് തട്ടിക്കൊണ്ടുപോയത്. സംഭവത്തിൽ റെയിൽവേ പോലീസിന്റെയും RPFന്റെയും ഇടപെടലിനെ തുടർന്നാണ് കുട്ടിയെ മണിക്കൂറിനുള്ളിൽ കണ്ടെത്താനായത്. നാഗർകോവിലേക്ക് പോവുകയായിരുന്ന ഗാന്ധിധാം എക്സ്പ്രസിൽ വെച്ചാണ് എറണാകുളം പറവൂർ സ്വദേശി അനീഷ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുകയായിരുന്ന പ്രതിക്കൊപ്പം
സംശയകരമായ സാഹചര്യത്തിൽ കുട്ടിയെ കണ്ടെന്ന വിവരം മറ്റു യാത്രക്കാരാണ് അധികൃതരെ അറിയിച്ചത്. കുഞ്ഞിന്റെ ചിത്രം മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞതോടെ കങ്കനാട് പോലീസ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. മുംബൈയിൽ നിന്ന് മടങ്ങുകയായിരുന്ന അനീഷ് കുമാർ മംഗളൂരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കുട്ടി തന്നെ കയ്യിൽ പിടിച്ചെന്നും തനിക്ക് പെൺകുട്ടി ഇല്ലാത്തതിനാൽ ഒപ്പം കൂട്ടിയെന്നുമാണ് റെയിൽവേ പോലീസിനോട് പറഞ്ഞത്. കുട്ടിയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം മാതാപിതാക്കൾക്ക് കൈമാറി. റെയിൽവേ പോലീസിന്റെയും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെയും സമയോചിത ഇടപെടലിനെ തുടർന്ന് കുട്ടിയെ മണിക്കൂറിനുള്ളിൽ കണ്ടെത്താനായതിന്റെ സന്തോഷത്തിലാണ് അധികൃതർ. ന്യൂസ് 18 കാസർഗോഡ്. കാസർഗോഡ് ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി അപകട ഭീഷണി നിലനിൽക്കുന്ന ഇടങ്ങളിൽ സ്വീകരിച്ച നടപടികളുടെ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. ചട്ടഞ്ചാൽ മുതൽ ചേർക്കള വരെയുള്ള ഭാഗത്തും വിരമരക്കുന്ന്, മട്ടലായിക്കുന്ന് തുടങ്ങിയ മേഖലകളിലും സ്വീകരിച്ച സുരക്ഷാ നടപടികളുടെ സമഗ്ര റിപ്പോർട്ടാണ് ദേശീയപാത അതോറിറ്റിയോട് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടത്. നിർമ്മാണത്തിലെ അപാകതകൾ സംബന്ധിച്ച പ്രദേശവാസികളുടെ ആശങ്ക ന്യൂസ് 18ലെ ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ പരിപാടി ചർച്ച ചെയ്തിരുന്നു. ന്യൂസ് 18 റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കളക്ടറുടെ നടപടി. ദേശീയപാതയിൽ നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെ ശക്തമായ മഴയിൽ മണ്ണിടിച്ചിലുണ്ടായി. അപകട ഭീഷണി നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ സ്വീകരിച്ച നടപടികളുടെ റിപ്പോർട്ടാണ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചട്ടഞ്ചാൽ മുതൽ ചെർക്കള വരെയുള്ള ഭാഗത്തും വീരമലക്കുന്ന്, മട്ടലായിക്കുന്ന് തുടങ്ങിയ സ്ഥലങ്ങളിലും സ്വീകരിച്ച സുരക്ഷാ നടപടികളുടെ സമഗ്ര റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കളക്ടർ ദേശീയപാത അതോറിറ്റി പ്രതിനിധികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ന്യൂസ് 18 സംപ്രേഷണം ചെയ്ത പ്രത്യേക പ്രോഗ്രാമായ ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കലക്ടറുടെ അടിയന്തര ഇടപെടൽ. ചുമതല എടുത്തിട്ടുണ്ട്. അതിൽ ഒരുപാട് വളരെ സന്തോഷമുണ്ട്. കാസർഗോഡ് ജില്ലയുടെ വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങളോടൊപ്പം നിന്ന് അവരോടൊപ്പം നിന്ന് ജോലി ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. അങ്ങനെ ജോലി ചെയ്യാനാണ് എനിക്ക് താല്പര്യം. ഇതിലെല്ലാവരുടെയും സഹകരണവും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ചെർക്കള മുതൽ ചട്ടഞ്ചാല വരെയുള്ള ഭാഗങ്ങളിൽ ഭീതിയോടെയാണ് 500ഓളം കുടുംബങ്ങൾ കഴിയുന്നത്. ഏതു സമയത്തും ഇവിടെ മണ്ണിടിച്ചിലുണ്ടാകുമെന്ന ആശങ്ക നിലനിൽക്കുന്നു. അശാസ്ത്രീയമായ രീതിയിലാണ് പ്രദേശത്ത് കുന്നിടിച്ച് ദേശീയപാത നിർമ്മാണം പുരോഗമിക്കുന്നത്. കർണാടകയിലെ ശിരൂർ ദുരന്തത്തിന്റെയും വയനാട് മുണ്ടക്കയം ചൂരിമല ദുരന്തത്തിന്റെയും പശ്ചാത്തലത്തിൽ പ്രദേശത്തെ ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അപകട മേഖലകളിൽ സംരക്ഷണ ഭിത്തികൾ നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ബേവിഞ്ച, തെക്കിൽ, വീരമലക്കുന്ന്, മട്ടലായി എന്നിവിടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായ സംഭവത്തിൽ വിദഗ്ധരുടെ ശാസ്ത്രീയ പഠനം നടത്താൻ ആവശ്യപ്പെട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറിക്ക് കലക്ടർ കത്ത് നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ ഭാര്യ കെ കൃഷ്ണപ്രിയ വേങ്ങേരി സർവീസ് സഹകരണ ബാങ്കിൽ ജോലിയിൽ പ്രവേശിച്ചു. ജൂനിയർ ക്ലർക്ക് തസ്തികയിലാണ് കൃഷ്ണപ്രിയയ്ക്ക് നിയമനം. കഴിഞ്ഞ ദിവസമാണ് നിയമനം സംബന്ധിച്ച ഉത്തരവ് സഹകരണ വകുപ്പ് പുറത്തിറക്കിയത്. ജോലി നൽകുമെന്ന ബാങ്കിന്റെ തീരുമാനം നടപ്പിൽ വരുത്തുന്നതിനായി നിയമത്തിൽ ഇളവുകൾ നൽകിയാണ് കൃഷ്ണപ്രിയയ്ക്ക് നിയമനം നൽകിയത്. ജൂൺ 16 കർണാടകത്തിലെ ഷിരൂരിലുണ്ടായ അപകടത്തിൽ കാണാതായ അർജുനെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പേറ്റന്റ് ഫൊറാമെൻ ഒവൈൽ സർജറിയിലൂടെ ഹൃദ്രോഗിക്ക് പുതുജീവൻ നൽകി കൊല്ലം മെഡിട്രീന കാർഡിയോളജി വിഭാഗം. കൊല്ലം കുണ്ടറ സ്വദേശിയും പ്രവാസിയുമായ യുവാവിനാണ് മെഡിട്രീനയിൽ ചികിത്സ നൽകിയത്. ഗൾഫിൽ വെച്ചുണ്ടായ പക്ഷാഘാതത്തിന് കാരണം കണ്ടെത്തി വിദഗ്ധ ചികിത്സ നേടാനാണ് രോഗി മെഡിട്രീനയിലെത്തിയത്. ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് മെഡിട്രീന ഗ്രൂപ്പ് സാരഥിയുമായ ഡോക്ടർ പ്രതാപ് കുമാർ, ഡോക്ടർ മനു, ഡോക്ടർ ബ്ലസ്വിൻ എന്നിവരെ അടങ്ങുന്ന കാർഡിയോളജി ടീമാണ് സങ്കീർണമായ സർജറിയിലൂടെ യുവാവിന് രോഗമുക്തി നൽകിയത്. സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6670 രൂപ, പവന് 53,360 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5530, പവന് 44,240 രൂപയും. വെള്ളി ഗ്രാമിന് 91 രൂപ, കിലോയ്ക്ക് 91,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ലൈവ് 6 പൂർണ്ണമാകുന്നു. നമസ്കാരം.